ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാരഥി യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിട്ടയർമെന്റ് ആൻഡ് ഡെത്തിന്റെ ഫുൾ കോൺസെപ്റ്റ്സ് ആണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഒരുമിച്ച് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിൽ കുറെ കാര്യങ്ങൾ സിമിലർ ആണ്. ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഡെത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടോ, റിട്ടയർമെന്റിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അഡ്മിഷൻ പഠിച്ചു, എല്ലാവരും നല്ല കുട്ടികളായിട്ട് അഡ്മിഷൻ ഒക്കെ പഠിച്ചില്ലേ? അഡ്മിഷനിൽ എന്താണ് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ? സാക്രിഫൈസ് റേഷ്യോ, ദെൻ ഗുഡ് വില്ല് പഠിച്ചു, റിസർവ്സ് പഠിച്ചു. ഓക്കെ, ദെൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, റിവാലുവേഷൻ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ അഡ്മിഷനിൽ എന്താണ് 3 പാർട്ട്ണർ ഉണ്ട്. അതിൽ നിന്ന് ഒരു പാർട്ട്ണറും കൂടെ ആഡ് ആവുമ്പോഴത്തേക്ക്, ഒരു പാർട്ട്ണറും കൂടെ നമ്മളെ ഫേമിലോട്ട് വരുമ്പോഴത്തേക്ക് ഉള്ള പാർട്ട്നേഴ്സിന്റെ ഷെയർ എന്താണ് കുറയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എന്താണ് സാക്രിഫൈസ് ചെയ്യാണ്. അതേസമയം എന്താണ് റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത്, ഒരാൾ മരണപ്പെടുമ്പോ അല്ലെങ്കിൽ ഒരാൾ പിരിഞ്ഞു പോകുമ്പോ എന്താണ് സംഭവിക്കുന്നത്? അയാളുടെ ഷെയറും കൂടെ, ഈ പിരിഞ്ഞു പോകുന്ന ആളുടെ ഷെയറും കൂടെ എന്താണ് നമ്മൾക്ക് കിട്ടും അല്ലെ? സോ എല്ലാവരും ഹാപ്പി ആവും. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് വിൽ ബി ഹാപ്പി. എന്തുകൊണ്ടാണ്? പോകുന്ന ആളുടെ ഷെയറും കൂടെ നമ്മൾക്ക് കിട്ടും. അപ്പൊ ഇവിടെ എന്താണ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുവാണ്? ഗെയിൻ ചെയ്യുവാണ്, ഗെയിൻസ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഗെയിനിങ് റേഷ്യോ ആണ്. ഓക്കെ, അപ്പൊ എന്തിനാണ് ഈ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ അഡ്മിഷനിൽ പറഞ്ഞ പോലെ സാക്രിഫൈസ് റേഷ്യോ നമ്മൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ന്യൂ പാർട്ട്ണർ എക്സിസ്റ്റിംഗ് പാർട്ട്ണർ എന്താണ് അവരുടെ ഗുഡ് വില്ലിന്റെ ഷെയർ കൊടുക്കും അല്ലെ? അത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? അതേ പർപ്പസിന് തന്നെയാണ്. ഓക്കെ, ഇവിടെ ആരാണ് ഗെയിൻ ചെയ്യുന്നത്? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആണ് ഗെയിൻ ചെയ്യുന്നത് അല്ലെ? അപ്പം എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാര് പോകുന്ന ആളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സാക്രിഫൈസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ആ വ്യക്തിക്ക് എന്ത് ചെയ്യണം? റിട്ടയറിംഗ് പാർട്ട്ണർ സാക്രിഫൈസ് ചെയ്യുന്ന വ്യക്തി ആരാണ്? റിട്ടയറിംഗ് പാർട്ട്ണർ. ആ റിട്ടയറിംഗ് പാർട്ട്ണർ എന്ത് കൊടുക്കണം? ഗുഡ് വില്ലിന്റെ ഷെയർ കൊടുക്കണം. കാരണം അയാളും കൂടെ കഷ്ടപ്പെട്ട് പണിതാണ് നമ്മളുടെ ഈ ഒരു ഫേം ഈ ഒരു നിലയ്ക്ക് എത്തിയത്. അയാൾക്ക് ഇനി പ്രോഫിറ്റ് ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല അതിന്റെ അല്ലെ? അയാള് വീട്ടിലോട്ട് പോവാൻ. സോ അതുകൊണ്ട് എന്താണ് ആ വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ, ആ ഒരു വ്യക്തിയുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ എന്ത് ചെയ്യണം? കൊടുക്കണം. ഏത് റേഷ്യോയില്? ഗെയിനിങ് റേഷ്യോയിൽ. അപ്പൊ ഈ ഗെയിനിങ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ ആണ്. സാക്രിഫൈസ് റേഷ്യോ എങ്ങനെയായിരുന്നു? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ അല്ലെ? ഓക്കെ, അതേസമയം ഗെയിനിങ് റേഷ്യോ എന്താണ്? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. കാരണം ന്യൂ റേഷ്യോ ആയിരിക്കും ഇവിടെ കൂടുതൽ അല്ലെ? എന്തുകൊണ്ടായിരിക്കും? കാരണം ഒരാൾ പോകുമ്പോ അയാളുടെ ഷെയറും കൂടെ നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ നമ്മുടെ ന്യൂ റേഷ്യോ ആയിരിക്കും കൂടുതൽ. ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ് ഗെയിനിങ് റേഷ്യോ. ഓക്കെ, ഇത് ന്യൂ റേഷ്യോ സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതർവൈസ് നമുക്ക് എന്താണ് ഗെയിനിങ് റേഷ്യോന്റെ കോൺസെപ്റ്റ്സ് വളരെ സിമ്പിൾ ആണ്. സാക്രിഫൈസ് റേഷ്യോനെക്കാട്ടും ഗെയിനിങ് റേഷ്യോന്റെ എന്താണ് നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. തൽക്കാലം എന്താണ് ഇത്ര മനസ്സിലാക്കി വയ്ക്കും. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഇവിടെ ഗുഡ് വിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെയിം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോയില്. അതുപോലെയാണ് ഗുഡ് വില്ല് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പെർമനന്റ് ഗുഡ് വില്ല് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നമ്മളെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് അച്ചു ഗിച്ചു ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ പുറത്തോട്ട് പോകുന്നത് ആരാണ്? കിച്ചു ആണ്. എത്രയാണ്? ആരാണ്? കിച്ചു ആണ്. കിച്ചു പുറത്തോട്ട് പോവാണ്. അപ്പൊ നമ്മൾ എന്താണ് വേഗം ഗുഡ് വില്ല് കണ്ടുപിടിക്കണം അല്ലെ? ഗുഡ് വില്ല് സപ്പോസ് ആവറേജ് പ്രോഫിറ്റ് ബേസ്ഡിലാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ 20,000, 30,000, 40,000 ആണ് നമ്മുടെ ലാസ്റ്റ് ഇയേഴ്സിന്റെ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 3 ചെയ്യാം. അപ്പൊ നമുക്ക് എത്രയാണ് വരാം? ആവറേജ് എന്ന് പറയുന്നത് 30,000 ആണ് വരാം. സപ്പോസ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് 1 തന്നെയാണെങ്കിൽ ഗുഡ് വില്ല് എത്ര തന്നെയാണ് വരാം? 30,000 ആണ് വരാം. ഗുഡ് വില്ല് എന്ന് പറയുന്നത് എത്രയാണ് വരാം? 30,000 ആണ് വരാം. ഓക്കെ, ഇനി അത് നമുക്ക് എന്താണ് കിച്ചുവിന്റെ ഷെയർ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ 3:2:1 ആണ്. അപ്പൊ കിച്ചുവിന്റെ ഷെയർ നമ്മൾ കണ്ടുപിടിക്കണം. എത്രയാണ്? 30,000 ഇൻറ്റു 1/6. 1/6 എത്ര വരുന്നത്? 5,000 ആണ് കിച്ചുവിന്റെ ഷെയർ. ഇത് നമ്മൾ എന്താണ്
ഓൾഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള അച്ചുവും ലിച്ചുവും ഗെയിനിങ് റേഷ്യോയിൽ വേണം ആർക്ക് കൊടുക്കാൻ, കിച്ചുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ഇവിടെ കിച്ചു പോകുമ്പോഴത്തേക്ക് കിച്ചു പുറത്തോട്ട് പോവാണ് അല്ലെ. അപ്പം പുതിയ റേഷ്യോ ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് ഈ പുറത്തു പോകുന്ന ആളുടെ ഷെയർ ക്യാൻസൽ ചെയ്യും. പുതിയ റേഷ്യോ ബാക്കിയുള്ളതായിരിക്കും. എന്താണ്? 3:2. എത്രയാണ്? 3:2 ആയിരിക്കും. ആൻഡ് ദ ഗെയിനിങ് റേഷ്യോ വിൽ ബി ഈക്വൽ ടു 3:2. സെയിം ആയിരിക്കും. നിങ്ങൾ ഇത് വെച്ച് ചെയ്ത് നോക്കിയാലും സെയിം കിട്ടും. ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പുറത്തു പോകുന്ന ആളുടെ ഷെയർ ക്യാൻസൽ ചെയ്യാം, ബാക്കിയുള്ളതായിരിക്കും ന്യൂ റേഷ്യോ. ആൻഡ് ദാറ്റ് സെയിം വിൽ ബി ദ ഗെയിനിങ് റേഷ്യോ 3:2. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പം ഇവിടെ എന്താണ് എൻട്രി വരാം? ഇവിടെ ഗുഡ്വില്ലിന് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരേ ഒരു സംഭവമാണുള്ളത്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഒരു സംഭവം മാത്രമേ നമുക്ക് ഗുഡ്വില്ലിന് വരുള്ളൂ. ഇനി ഗുഡ്വിൽ സപ്പോസ് എന്തെങ്കിലും പഴയത് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയണം ടു ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദ ഓൾഡ് റേഷ്യോ. ഓക്കെ, സെയിം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്മിഷനിൽ. എങ്ങനെയാണ് ചെയ്യുക? ഗുഡ്വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ടു ഗുഡ്വിൽ ആണ് എൻട്രി വരാം. ഓക്കെ, അത് നമ്മൾ നോക്കുക, അത്രേ ഉള്ളൂ. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരാം? ഗെയിൻ ചെയ്യുന്ന ആൾക്കാര് നമ്മളെ റിട്ടയറിംഗ് പാർട്ട്നേഴ്സിന് കൊടുക്കണം. സോ ഗെയിനിങ് പാർട്ട്നേഴ്സ് നോർമലി എന്താണ്? കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ആണ്. ഇനി എല്ലാവരും ഗെയിൻ ചെയ്യുന്നില്ലെങ്കിൽ ആരൊക്കെയാണോ ഗെയിൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്? റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇങ്ങനെയാണ് എൻട്രി വരിക. അപ്പൊ ഇവിടെ എങ്ങനെയാണ് എൻട്രി വരിക എന്നുള്ളതെന്ന് പറഞ്ഞേ. അച്ചു ആൻഡ് ലിച്ചു ആണ് നമ്മളുടെ എന്ത് ചെയ്യുന്നത്? ഗെയിൻ ചെയ്യുന്നത്. അവർ ഗെയിൻ ചെയ്യുന്ന പ്രപ്പോർഷൻ അച്ചു 3/5, ലിച്ചു 2/5 ആണ് അല്ലെ. അപ്പൊ 5,000ന്റെ 3/5 ചെയ്യും, എത്ര വരാം? 3,000, 2,000. അച്ചു's capital account letter, ലിച്ചു's capital account letter to കിച്ചു's capital account എത്രയാണ്? 5,000. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഗുഡ്വില്ലിന്റെ എൻട്രി വരുന്നത്. ഇനി നിങ്ങൾ CMA പിള്ളേര് ശ്രദ്ധിക്കുക. CMA പിള്ളേർക്ക് ടെക്സ്റ്റിൽ എപ്പോഴും ഓൾഡ് ആയിട്ട് തന്നെയുള്ള പ്രോബ്ലംസ് ആണ് കിടക്കുന്നത്. ഓക്കെ, CA പിള്ളേരുടെ ബുക്സ് ഒക്കെ അപ്ഡേറ്റഡ് ആണ്. CMAയുടെ ബുക്സിലാണെങ്കിൽ എന്താണ്? പഴയ പ്രോബ്ലംസ്, മൊത്തത്തിൽ എന്താ പഴയ പ്രോബ്ലംസ് ആണ് കിടക്കുന്നത്. അതിൽ ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് ഒന്നും കാണുന്നില്ല, അല്ലെങ്കിൽ ഗുഡ്വിൽ റേസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പൊ CMA കുട്ടികള് എന്താണ് സജസ്റ്റഡ് ആൻസേഴ്സ് നോക്കിയിട്ട് അതിൽ എങ്ങനെയാണ് ആൻസേഴ്സ് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതുപോലെ ചെയ്യായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം അവരെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ പേജ് ഉണ്ട്. ഓക്കെ, അശ്വതി K. രാജേന്ദ്രൻ എന്നാണ്. അപ്പൊ അതില് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ എന്താണ് കമന്റ് ബോക്സിൽ ചോദിച്ചാലും മതി. ഓക്കെ, അപ്പൊ അത് പഴയ ട്രീറ്റ്മെന്റ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം അത് തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും അവർക്ക് നല്ലത്. ഓക്കെ, പക്ഷെ ശരിക്കും അപ്ഡേറ്റഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ ഗുഡ്വിൽ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 26 പ്രകാരം ബുക്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യാത്ത പക്ഷം ബുക്കിൽ കാണിക്കാൻ പാടില്ല. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇൻഹെറന്റ് ഗുഡ്വിൽ ആണ്. പാർട്ട്ണർഷിപ്പിൽ ഫുള്ള് വരെ എന്താ? ഇൻഹെറന്റ് ഗുഡ്വിൽ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊരിക്കലും ബുക്സിൽ കാണിക്കരുത്. അപ്പൊ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് വഴിയാണ് എൻട്രീസ് ഒക്കെ വരേണ്ടത്. ഓക്കെ, അപ്പം അതാണ് ശരിക്കുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗുഡ്വിൽ എല്ലാവർക്കും കിട്ടിയാലോ? ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? റിസർവ് അഡ്മിഷന്റെ അതേപോലെ തന്നെയാണ്, പിന്നെ റിവാലുവേഷനും എന്താണ്? അഡ്മിഷന്റെ അതേപോലെ തന്നെയാണ് അല്ലെ. റിസർവ് ഒന്നുകൂടി പറയാം, ഓൾഡ് പാർട്ട്നേഴ്സ് ഓൾഡ് റേഷ്യോയിലാണ് കൊടുക്കുന്നത്. റിവാലുവേഷൻ നമുക്കറിയാം, അക്കൗണ്ട് വരച്ചിട്ടുണ്ടെങ്കിൽ അസറ്റ്സ് കൂടുന്ന പക്ഷം അസറ്റ്സിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം, റിവാലുവേഷൻ ക്രെഡിറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്താ? ബൈ അസറ്റ്സ്, ഇൻക്രീസ് ഇൻ അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മളിവിടെ എഴുതും. ഓക്കെ, ഇനി ഡിക്രീസ് ഇൻ അസറ്റ് ആണെങ്കിലോ ടു അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിക്രീസ് ഇൻ അസറ്റ്സ് റെക്കോർഡ് ചെയ്യും. ദെൻ പുതിയ അൺറെക്കോർഡഡ് അസറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതും നമ്മൾ എന്താണ്? ബൈ അസറ്റ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്, അൺറെക്കോർഡഡ് അസറ്റ്. ഓക്കെ, അൺറെക്കോർഡഡ്
ആയിട്ടുള്ള ലയബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എവിടെ വരാം? ഇവിടെ. കാരണം റെക്കോർഡ് ലയബിലിറ്റിനെ നമ്മൾ എന്താണ് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത് അല്ലെ? ഓക്കെ. പിന്നെ എന്താണ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് വരിക? ഇവിടെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഡെബിറ്റ് സൈഡില്. ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഇതേ ഒരു സംഭവം തന്നെയാണ് നമ്മുടെ റിട്ടയർമെന്റ് ആൻഡ് ഡെത്തിലും വരുന്നത്. അതുകൊണ്ട് അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പിന്നെയും പറയുന്നില്ല. ഓക്കെ, അഡ്മിഷൻ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. റിട്ടയർമെന്റ് ആൻഡ് ഡെത്തിനും കോമൺ ആയിട്ട് ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഗെയിനിങ് റേഷ്യോ, ഓക്കെ, എന്താണ് ഗുഡ് വില്ല്, ദെൻ റിസർവ്സ്, റീവാല്യൂഷൻ. ഇതെന്താണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്നതാണ്. ഓക്കെ. പിന്നെ ഡെത്തിന് അഡീഷണൽ ആയിട്ട് വേറൊരു സംഭവം വരുന്നുണ്ട്. പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത്. അപ്പൊ സംഭവം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പലപ്പോഴും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. ഓക്കെ, അപ്പൊ യൂഷ്വലി ഒരു അക്കൗണ്ടിങ് ഇയർ ഒക്കെ കഴിയുമ്പോഴായിരിക്കും എന്ത് ചെയ്യാം നമ്മളുടെ റിട്ടയർമെന്റ് നടക്കുന്നത്. ഇപ്പൊ അക്കൗണ്ടിങ് ഇയർ 31 ആയിരിക്കും എന്ത് സംഭവിക്കുക? നമ്മളുടെ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് അത് പ്ലാൻഡ് ആണ് അല്ലെ, മുന്നേ കൂട്ടി തീരുമാനിക്കുന്നതാണ്. പക്ഷെ ഡെത്ത് നമുക്കറിയാം ഇറ്റ് ഈസ് ഓൾവേസ് അൺപ്ലാൻഡ് ആയിട്ട് വരുന്നതാണ് ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോ ഒരു എന്താണ് ഇയറിന്റെ ഇടയിലൊക്കെ ആയിട്ട്, ഇപ്പൊ ഏപ്രിൽ ഇയർ തുടങ്ങി ചിലപ്പോൾ സെപ്റ്റംബറിലായിരിക്കാം ഓക്കെ ഡെത്ത് സംഭവിക്കുന്നത്. അപ്പം ഇൻ ബിറ്റ്വീൻ ആ ഇയർ ഒക്കെ സംഭവിക്കാം. അപ്പം ഇതുവരെയുള്ള പ്രോഫിറ്റ് അതെന്ത് ചെയ്യും? നമ്മളിവിടെ ട്രേഡിംഗ് അക്കൗണ്ടും പി.എൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യോ സെപ്റ്റംബറിൽ മരിച്ച ഡേറ്റിന്? ഇല്ല. അത് എന്താണ് ഒരു ടാസ്ക് ആണ്. അതൊരു എന്താണ് നമുക്ക് അങ്ങനെ എപ്പോഴും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല അല്ലെ. പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒക്കെ ചെയ്യാം, പക്ഷെ എന്താണ് നമ്മൾ കുറച്ച് മലയന്മാരൊക്കെ ആയതുകൊണ്ട് അത് പ്രിപ്പയർ ചെയ്യില്ല. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ കുറച്ച് വഴികളുണ്ട് ഇവിടെ. അപ്പൊ അത് ഡെറ്റിന് നമുക്ക് എക്സ്ട്രാ ആയിട്ടൊന്ന് പഠിക്കേണ്ടതാണ്. ഓക്കെ. അപ്പൊ പ്രോഫിറ്റ് അപ് ടു ഡേറ്റ് ഓഫ് ഡെത്ത് എങ്ങനെയാണ്? 3 ടൈപ്പിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന്, നമ്മൾ പ്രീവിയസ് ഇയറിന്റെ പ്രോഫിറ്റ് ഉണ്ടല്ലോ, പ്രീവിയസ് ഇയറിന്റെ പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മുന്നത്തെ കൊല്ലം തൊട്ട് മുന്നത്തെ കൊല്ലത്തെ പ്രോഫിറ്റിന്റെ ബേസിസിൽ നമുക്ക് ഈ കൊല്ലത്തെ പ്രോഫിറ്റ് എന്ത് ചെയ്യാം? ഡിറ്റർമൈൻ ചെയ്യാം. ഓക്കെ. രണ്ടാമത്തെ പറയുന്നത് തൊട്ട് മുന്നത്തെ കുറച്ച് കൊല്ലങ്ങളിൽ ഓക്കെ കുറച്ച് പ്രൊസീഡിങ് ഇയേഴ്സിലത്തെ ആവറേജ് പ്രോഫിറ്റിന്റെ ബേസിൽ നമ്മൾ കൂടുതലൊക്കെ കാൽക്കുലേഷൻ എടുത്തില്ലേ. ഓക്കെ, അതുപോലെ ആവറേജ് പ്രോഫിറ്റിന്റെ ബേസിൽ എന്ത് ചെയ്യാം? ഡിറ്റർമിൻ ചെയ്യാം. ദെൻ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുന്നത്തെ കൊല്ലത്തെ പ്രൊസീഡിങ് ഇയറിലെ പ്രോഫിറ്റ് റേഷ്യോ ഉണ്ടല്ലോ, അതിന്റെ ബേസിസിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഓൺ ദ ബേസ് ഓഫ് സെയിൽസ് എന്ന് നമുക്ക് പറയാം. ഏറ്റവും ചുരുക്കിയിട്ട് പെട്ടെന്ന് മനസ്സിലാവാൻ നമുക്ക് പ്രോഫിറ്റ് റേഷ്യോന്റെ ബേസിസിൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ പ്രീവിയസ് ഇയർ പ്രൊസീഡിങ് ഇയറിലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് റേഷ്യോ. ഓക്കെ, അപ്പൊ എന്താണ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ തൊട്ട് മുമ്പത്തെ കൊല്ലം 5 ലക്ഷം പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോഫിറ്റ് നമ്മൾ എടുക്കുക. ദെൻ എന്നാണ് ഡെത്ത് സംഭവിച്ചത്? സെപ്റ്റംബർ 30 ഡെത്ത് സംഭവിച്ചതെന്ന് വിചാരിക്കാം. അപ്പൊ എത്ര മാസം കഴിഞ്ഞിട്ടാണ് ഡെത്ത് സംഭവിച്ചത്? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ. അതായത് 6 മാസം അല്ലെ, 6 മന്ത്സ് കഴിഞ്ഞിട്ടാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 6 മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഡെത്ത് സംഭവിച്ചത്. അപ്പം 5 ലക്ഷം എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു ഡെത്ത് സംഭവിച്ച വരെയുള്ള ആ ഒരു പീരീഡിലത്തെ എടുത്താൽ മതി അല്ലെ. ഓക്കെ, അപ്പം ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ഇൻടു ദ പ്രൊപ്പോർഷനേറ്റ് പീരീഡ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത്. ഓക്കെ, എന്താണ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഉള്ള പീരീഡ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം ബൈ 12. ഓക്കെ, എന്നിട്ട് ഇൻടു എന്താണ്? ഡിസീസ്ഡ് പാർട്ട്ണറിന്റെ ഷെയർ ഇൻ പ്രോഫിറ്റ്സ്. ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ഷെയർ ഇൻ പ്രോഫിറ്റ്സ്. ഓക്കെ, അതായത് അയാളുടെ ഷെയർ മാത്രമാണ് നമ്മൾ അയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഫോർമുല കാണുമ്പോൾ നമുക്ക് വലിയ ഫോർമുല ആയിട്ട് തോന്നും. ഇത്രേ ഉള്ളൂ. എന്താണ് നമ്മുടെ ബേസ്? അതെടുക്കുക, ആ ബേസ് ഇൻറ്റു പീരീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇൻറ്റു നമ്മളുടെ
പാർട്ട്ണറിന്റെ ഷെയർ, മരിച്ച പാർട്ട്ണറിന്റെ ഷെയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സപ്പോസ് ഇതൊരു 1/5 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്താണ് 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എത്രയാണ് ആൻസർ വരിക? 50,000. ഇതാണ് നമ്മൾ ഡിസീസ്ഡ് പാർട്ട്ണറിന്റെ അക്കൗണ്ടിലോട്ട് മാറ്റേണ്ടത്. എൻട്രി നമുക്ക് പിന്നെ പറയാം. ഓക്കെ, ഇതാണ് ഇത്രയും എമൗണ്ട് ആണ് മാറ്റേണ്ടത്. ഇനി ആവറേജ് പ്രോഫിറ്റ്സ് ആണെങ്കിൽ എന്താണ്? സെയിം നമ്മൾ 3 കൊല്ലത്തെ ആവറേജ് പ്രോഫിറ്റ്സ് നമ്മൾ എടുക്കുക. ഓക്കെ, ഇപ്പൊ 5 lakh 6 lakh 7 lakh ആണെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് വരിക 5 + 6 + 7/3. ഓക്കെ, എത്രയാണ് വരിക? 6 lakh ആണ് വരിക. ഓക്കെ, അപ്പൊ 6 lakh into 6/12 into 1/5. ഓക്കെ, 60,000. എത്രയാണ് ആൻസർ വരിക? 60,000 ആണ് ആൻസർ വരിക. ഓക്കെ, ഇനി പ്രീവിയസ് ഇയർ പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്താണ് സെയിൽസിന്റെ ബേസിസിലായിട്ട് അങ്ങോട്ട് എടുത്തു. ഓക്കെ, സപ്പോസ് 5 ലക്ഷമാണ് നമ്മുടെ പ്രോഫിറ്റ് ഓഫ് ദ ലാസ്റ്റ് ഇയർ എന്ന് വിചാരിക്കുക. ഓക്കെ, പ്രോഫിറ്റ് ഓഫ് ദ ലാസ്റ്റ് ഇയർ ഡിവൈഡഡ് ബൈ സെയിൽസ് ഓഫ് ദ ലാസ്റ്റ് ഇയർ. ഓക്കെ, ഇപ്പൊ സെയിൽസ് എന്ന് പറയുന്നത് സപ്പോസ് 20 lakh ആണെന്ന് വിചാരിക്കുക. 5 ലക്ഷം നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, പ്രോഫിറ്റ് ബൈ സെയിൽസ് ഇൻറ്റു 100 നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ ചെയ്യാം. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് ഈ ഒരു റേഷ്യോ കിട്ടിയില്ലേ? ഇപ്പൊ പ്രോഫിറ്റ് ബൈ സെയിൽസ് ഇൻറ്റു നമ്മളുടെ ഈ കൊല്ലത്തെ സെയിൽസ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത്. എന്താണ് സെയിൽസ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത്? ഇതുവരെയുള്ള സെയിൽസ് അത് നമുക്ക് കിട്ടുമല്ലോ, അതാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. സെയിൽസ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത്. ഓക്കെ, അപ്പൊ സപ്പോസ് സെയിൽസ് ഇതുവരെയുള്ള സെയിൽസ് എന്ന് പറയുന്നത് 10 ലക്ഷമാണെന്ന് വിചാരിക്കുക. അപ്പൊ 10 ലക്ഷം നമ്മൾ അവിടെ എഴുതി. ഓക്കെ, എന്താണ് എൻട്രി? പ്രോഫിറ്റ് ബൈ സെയിൽസ് ഓഫ് ദ ലാസ്റ്റ് ഇയർ ഇൻറ്റു സെയിൽസ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത്. 2.5 lakhs ആണ് ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ദ ഫേം. എത്രയാണ്? 2.5 lakhs ആണ് ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ദ ഫേം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ഷെയർ കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ഷെയർ മാത്രം അപ്ലൈ ചെയ്താൽ മതി. കാരണം എന്താ? ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഉള്ള സെയിൽസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ ഇനി എന്ത് ചെയ്യണ്ട? പീരീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, പീരീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല. എന്ത് ചെയ്താൽ മതി? ഷെയർ മാത്രം എടുത്താൽ മതി. ഓക്കെ, 2,50,000 into 1/5 എത്ര വരും? 50,000. ഓക്കെ, എത്രയാണ്? 50,000. അപ്പൊ ഇങ്ങനെയാണ് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത്. ഇതിൽ ഏതെങ്കിലും ഒരു ഇത് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാത് കാൽക്കുലേറ്റ് ചെയ്യാം. അത് ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ എൻട്രി ഉണ്ടല്ലോ? എൻട്രി, വാട്ട് വിൽ ബി ദ എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഇന്റർവീനിങ് പീരീഡ് ആണ്, അതായത് ഇടയിലാണ് അല്ലെ, ബിറ്റ്വീൻ എ ഇയർ ആണ്. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യണം. ഓക്കെ, എന്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട്. കാരണം P&L അക്കൗണ്ട് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ ആ ഒരു അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല. ഏത് അക്കൗണ്ട് ആണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എടുത്ത് ടു എന്താണ് നമ്മളുടെ ഡിസീസ്ഡ് പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഡിസീസ്ഡ് പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ എത്ര എമൗണ്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ അതവിടെ എഴുതാം. ഇത് നമ്മളെ മറക്കാണ്ട് എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ബൈ P&L സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിട്ടയർമെന്റിന്റെയും ഡെത്തിന്റെയും കേസിൽ എങ്ങനെയാണ് സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ഇത്രയും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ അങ്ങനെ. ഓക്കെ, അതേസമയം നമ്മളെ കയ്യിൽ എന്താണ്? പൈസ ഇല്ല, നോട്ട് ഇനഫ് ക്യാഷ്. അപ്പൊ തീരെ ഒട്ടും ഇല്ല എങ്കിൽ നമ്മൾ എന്താണ് അതൊരു ലോൺ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ ക്യാപിറ്റൽ ആയിട്ട് വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ബിക്കോസ് എന്താണ് ഈ ഒരു പുള്ളിക്കാരൻ നമ്മളെ ഫേമിൽ നിന്ന് പോയി, അപ്പൊ ഒരിക്കലും അത് ക്യാപിറ്റൽ അല്ല, നമുക്കൊരു ലയബിലിറ്റി ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലോട്ട് അത്. ഓക്കെ, അപ്പൊ എന്താണ് ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല, ക്യാഷ് ഒന്ന് കൊടുത്തു എന്നും പറയുന്നില്ല, ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എപ്പോഴും എങ്ങനെയാണ് ലോൺ അക്കൗണ്ടിലോട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യണം. കാരണം അതൊരു ലയബിലിറ്റി ആണ്. ഓഫ്കോഴ്സ് ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി സൈഡിൽ നമ്മൾ അത് കാണിക്കണം ടിൽ ഇറ്റ് ഈസ് പെയ്ഡ് ഓഫ്. നമ്മൾ
അത് മുഴുവനായിട്ട് പേ ചെയ്യുന്നത് വരെ. ഓക്കെ. ഇനി നമ്മൾക്ക് കുറച്ച് പൈസ ഉണ്ടാവും, പിന്നെ ബാക്കിയുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ബാക്കിയുള്ള പൈസ മാത്രം ലോൺ അക്കൗണ്ടിലോട്ട് മാറ്റിയാൽ മതി. ഓക്കെ. അപ്പം പാർട്ട്ലി നമുക്ക് ക്യാഷ് ഉണ്ട്, പാർട്ട്ലി നമ്മൾ എന്താണ് ലോൺ ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ലോൺ ആയിട്ട് മാറ്റാണ്. അപ്പം എങ്ങനെയാണ് എൻട്രി വരാ, നിങ്ങൾ തന്നെ പറയുന്നത് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ് ക്യാഷ് അക്കൗണ്ട്. എത്രയാണ് ക്യാഷ് ആയിട്ട് പോകുന്നത് അത് ക്യാഷ്. ഇപ്പൊ സപ്പോസ് ഒരു 5 ലക്ഷം കൊടുക്കാനുണ്ട്, അതിൽ 2 ലക്ഷം നമുക്ക് ക്യാഷ് ഉണ്ട്. ഓക്കെ, അപ്പൊ ബാലൻസ് എന്ത് ചെയ്താൽ മതി, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ടിലോട്ട് ബാലൻസ് കൊണ്ടുപോയാൽ മതി. അപ്പൊ എത്രയാണ് കൊണ്ടുപോകാം, 3 ലാഖ്. ഇനി ലോൺ എന്ന് പറയുന്നത് അപ്പൊ എന്താണ്, ലോൺ എന്ന് പറയുന്നത് സെപ്പറേറ്റ് അക്കൗണ്ട് വരും അല്ലെ, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് വരും. അവിടേക്ക് നമ്മൾ എന്താണ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. ഓക്കെ, ബൈ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. കിച്ചു ആണെങ്കിൽ ബൈ കിച്ചൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയാണോ ലോൺ വരുന്നതെന്ന് വെച്ചാൽ അത്ര എമൗണ്ട് നമ്മളിവിടെ പോസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പേ ചെയ്യുമ്പോൾ ഇത് പൈസ കൊടുക്കുമല്ലോ, ഓരോ ഡേറ്റിൽ നമ്മൾ പൈസ കൊടുത്ത് തീർക്കണം അല്ലെ. അപ്പൊ പേ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ടു ബാങ്ക് അക്കൗണ്ട് എത്രയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ 50,000 ആണെങ്കിൽ 50,000 കൊടുത്തു, അങ്ങനെ നമ്മൾ ഇവിടെ എഴുതും. ഓക്കെ, അപ്പം നമുക്ക് തരാനുള്ള പൈസ, ഓക്കെ, ഒരാൾ നമുക്ക് പൈസ തരാനുണ്ട് എങ്കിൽ നമ്മൾ എന്താണ് ചുമ്മാ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രം കിട്ടിയോണ്ട് നമുക്ക് എല്ലാ കാര്യമുണ്ടോ, ഇല്ല. ഇന്ന് കിട്ടേണ്ട പൈസ നമുക്ക് ഇന്ന് തരുന്നില്ല. ഓക്കെ, ഒരു മാസം കഴിഞ്ഞാണ് തരുന്നതെങ്കിൽ ആ ഒരു മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടേണ്ട ന്യായമായിട്ടും കിട്ടണം അല്ലെ. ഓക്കെ, അപ്പം ഇവിടെ നമ്മളോട് തിരിച്ചു ചോദിക്കും ഇൻട്രസ്റ്റ്. ഓക്കെ, അത് നമുക്ക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ എഗ്രി ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് എടുക്കാം. ഓക്കെ, അതേസമയം ഇവിടെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ 6% ആണ്. എത്രയാണ്, 6% ആണ്. ഇത് നമുക്ക് അറിയണതാണോ, അറിയാം അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി, പാർട്ട്നേഴ്സിന്റെ ലോൺ എടുക്കണം. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ട്നേഴ്സിന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റേറ്റ്, എഗ്രിമെന്റിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എത്ര പെർസെന്റേജ് ആണ്, 6%. ആ ഒരു പെർസെന്റേജ് തന്നെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിലും നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ അല്ലേ. അപ്പൊ ഇൻട്രസ്റ്റ് അക്രൂ ആയിക്കൊണ്ടിരിക്കും. അത് സാധാരണ അക്കൗണ്ടിങ് എൻട്രീസ് ആണ്. അത് എങ്ങനെയാണ് അക്രൂ ആകുമ്പോഴത്തേക്കുള്ള എൻട്രി വരാ, നമുക്കറിയാം ഓരോ കൊല്ലം ഇയർ എൻഡ് ആവുമ്പോൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആവും അല്ലെ. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ലെറ്റർ ടു ലോൺ അക്കൗണ്ട്, ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ എമൗണ്ടും ഒക്കെ പേ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്താ എൻട്രി വരാ, ലോൺ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. ഓക്കെ, അപ്പൊ ഈ ഒരു റിട്ടയർമെന്റ് നടന്നത് 1st April 2016 ഓക്കെ, റിട്ടയർമെന്റ് നടന്നത് 1st April 2016 2016-17 ഇയർ കഴിഞ്ഞു. അപ്പം ഇയർ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ഡ്യൂ ആക്കണം അല്ലെ. 31st March 2017 നമ്മൾ എൻട്രി ചെയ്തു ബൈ ഇൻട്രസ്റ്റ് അക്കൗണ്ട്, ഒരു കൊല്ലത്തിലേക്കുള്ള ഇൻട്രസ്റ്റ് അല്ലെ. അപ്പം എത്രയാണ് നമ്മൾ ഇനി കൊടുക്കാനായിട്ടുള്ളത്, 3 lakhs. അതിൽ നിന്നും 50,000 നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ബാലൻസ് എത്രയാണ്, 2,50,000. അതിന്റെ 6%, 15,000. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി ഇവിടെ എഴുതുന്നത്. 3,15,000 ആണ് ടോട്ടൽ വരുന്നത് അല്ലെ. അപ്പം ബാലൻസ് എത്രയാണ്, 2,65,000 ആണ് ബാലൻസ്. ഓക്കെ, അത് നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്യാം. എന്തെങ്കിലും പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുക, ഇൻട്രസ്റ്റ് ഡ്യൂ ആക്കാം. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റ് എപ്പോഴും ഡ്യൂ ആവുന്നത് എന്താണ്, ഇനി നമ്മൾ പേ ചെയ്യാനുള്ള എമൗണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് മുതലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റിട്ടയർമെന്റ് ആൻഡ് ബോത്ത് കേസസിലും സെക്ഷൻ 37 ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം എന്താണ്, ഏത് നമുക്ക് ലംസം പേയ്മെന്റ് നടത്താം. ലംസം പേയ്മെന്റ് നടത്താൻ പറ്റുന്നില്ല എങ്കിൽ, റിട്ടയർമെന്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചാൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ എന്ത് പറഞ്ഞിട്ടില്ല, പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ റിട്ടയറിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ട്ണർ എക്സിക്യൂട്ടറിന്റെ ഓപ്ഷൻ ആണ് ഏതർ എന്താണ് ഇൻട്രസ്റ്റ്, നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 6% വാങ്ങിച്ചിട്ട് ലോൺ പോലെ അത് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അല്ല എങ്കിൽ എന്താണ് ഷെയർ ഇൻ പ്രോഫിറ്റ്സ്, ഷെയർ ഇൻ പ്രോഫിറ്റ്സ്. അപ്പൊ നമ്മൾ വിചാരിക്കും നേരത്തെ പറഞ്ഞല്ലോ ഷെയർ ഇൻ പ്രോഫിറ്റ്സ്,
അതെന്താണ്? അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് വരെയുള്ള ഷെയർ ആണ്. ഓക്കെ, ഇത് പറയുന്നത് ഫ്യൂച്ചർ പ്രോഫിറ്റ്സിലുള്ള ഷെയർ ആണ്. എന്ത്? ഫ്യൂച്ചർ പ്രോഫിറ്റ്. എന്തിനാ ഫ്യൂച്ചർ പ്രോഫിറ്റിലുള്ള ഷെയർ? ബിക്കോസ് എന്താണ്, നമ്മളുടെ പൈസ ഇവര് തിരിച്ചു തന്നിട്ടില്ല. ഓക്കെ, നമുക്ക് തരാനുള്ള പൈസ എന്ത് ചെയ്തിട്ടില്ല? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് തിരിച്ചു തന്നിട്ടില്ല. അപ്പൊ എന്താണ്? ഒന്നില്ലെങ്കിൽ അത് ലോൺ ആയിട്ട് മാറ്റണം. ഓക്കെ, ലോൺ ആയിട്ടല്ല, അല്ലെങ്കിൽ അത് ഷെയർ ഇൻ പ്രോഫിറ്റ്സ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ആ പ്രോഫിറ്റ്, ഓക്കെ, പ്രോഫിറ്റ് ടിൽ ദ പേയ്മെന്റ് വരെയുള്ള പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളത് എടുക്കുക. അതേ ഇൻറ്റു എത്രയാണ് ഇയാൾക്ക് കൊടുക്കാനുള്ള ഫൈനൽ സെറ്റിൽമെന്റ് എമൗണ്ട്. ഓക്കെ, ഡിസീസ്ഡ് പാർട്ട്ണർ അല്ലെങ്കിൽ റിട്ടയർഡ് പാർട്ട്ണറിന്റെ ഡ്യൂ എമൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ ഓൺ ദ ഡേറ്റ് ഓഫ് ഡെത്ത് അല്ലെങ്കിൽ ഓൺ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മുടെ ക്യാപിറ്റലിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എമൗണ്ട് മാത്രം നമ്മൾക്ക് മതി. ഓക്കെ, അപ്പം പ്രോഫിറ്റ് എങ്ങനെയാണ് നമ്മൾ എടുക്കുക? ഓൺ ദ പ്രൊപ്പോർഷൻ ഓഫ് ദ ക്യാപിറ്റൽ ഓഫ് ദ റിട്ടയറിംഗ് ഓഫ് ദ സിസ്റ്റർ പാർട്ട്ണർ. ഒരു എക്സാമ്പിൾ പ്രോബ്ലം കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എ, ബി, സി ആർ ഇൻ പാർട്ട്ണർഷിപ്പ് ബിസിനസ്, ഷെയർ ഇൻ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലി. എങ്ങനെയായിരുന്നു ഒരു ഷെയർ ചെയ്തതിന്? ഈക്വലി ആയിരുന്നു. സി ഡൈഡ് ഓൺ 31st October. സി മരിച്ചു ഒക്ടോബറില്. Then the capitals of partners after all adjustments, അതായത് എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഫൈനലി ബാലൻസ് ചെയ്യുമ്പോൾ ഓൺ ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ടായിരുന്ന എമൗണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ എന്താണ് 50,000, 75,000, 1,20,000 ആണ് അവരുടെ ആഫ്റ്റർ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും കഴിഞ്ഞതിന് ശേഷമുള്ള എന്ത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് അവർക്ക് ഇതുവരെ കൊടുക്കാനായിട്ടുള്ളത്. ഇനി എന്താണ്? സിക്ക് പ്രോഫിറ്റിന്റെ ഷെയറോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ ഏതാണ് ബെനിഫിഷ്യൽ എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്തിട്ട് നമ്മൾ സിക്ക് കൊടുക്കും. സി അതാണ് സെലക്ട് ചെയ്യുക അല്ലെ, ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളതാണ് സെലക്ട് ചെയ്യുക. സെക്ഷൻ 37 പ്രകാരം ഓഫ് ദ ആക്ട് പ്രകാരം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും. അപ്പൊ നമ്മൾ സിയുടെ ഷെയർ കണ്ടുപിടിക്കാം. ഇത്രയാണ് 3 മാസത്തെ 31st October, ഒക്ടോബറിൽ മരിച്ചതിന് ശേഷം പിന്നെ നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി 1-ാം തീയതിയാണ് പേയ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, ഫൈനൽ പേയ്മെന്റ്. അപ്പം 3 മാസമാണ് വരുന്നത്. ഓക്കെ അല്ലെ, 3 മാസമാണ് നമുക്ക് വരുന്നത്. ആ 3 മാസത്തെ ഡ്യൂറിങ് ദ 3 months പ്രോഫിറ്റ് 28,000 ആണ്. ഓക്കെ, അപ്പൊ പ്രോഫിറ്റിന്റെ ബേസ് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? 28,000 ആണ് പ്രോഫിറ്റ് 3 മാസത്തെ. അത് ഇൻറ്റു ഇയാളുടെ ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷൻ നമ്മൾ എടുക്കുക. 1,20,000 ആണ് ക്യാപിറ്റൽ. ടോട്ടൽ ക്യാപിറ്റൽ 3 പേരും കൂടിയിട്ട് 50,000 പ്ലസ് 75,000 പ്ലസ് 1,20,000 കൂടിയിട്ട് 2,45,000 ആണ് വരുന്നത്. സോ അയാൾക്ക് 13,714 ആണ് കിട്ടാനായിട്ട് ചാൻസ് ഉള്ളത്. ഇനി അടുത്ത പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റിന്റെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എത്രയാണ് ക്യാപിറ്റൽ ബാലൻസ് കൊടുക്കാനായിട്ടുള്ളത്? 1,20,000 ആണ്. അത് എത്രയാണ് നമ്മൾ പെർസെന്റേജ്? 6%. മറക്കരുത്, 6%. ഇനി എത്ര മാസത്തേക്ക്? അത് നമ്മൾ മറക്കരുത്, കാരണം മുഴുവനായിട്ട് എടുക്കാൻ പാടില്ല. 3 മാസത്തേക്കാണ് നമുക്ക് കൊടുക്കാനായിട്ട് ഉള്ളൂ. ഓക്കെ, അപ്പം അത് എത്രയാണ് വരുന്നത്? 1,800 ആണ്. സോ വിച്ച് ഇസ് ഹയർ, 13,714 ആണ് എന്താണ് സി സെലക്ട് ചെയ്യാറ്. കാരണം ഇതാണ് എന്ത് ഹയർ ആയിട്ട് ഉള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക. ഇതിന്റെ എൻട്രി എങ്ങനെയാണ് വരാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഇട്ട് ടു എന്താണ് നമ്മുടെ ഫീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഫീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 13,714 എഴുതും. ഓക്കെ, എന്നിട്ട് ആ ഒരു എമൗണ്ട് അല്ലെ 1,20,000 തന്നെ ഇതുവരെ കൊടുക്കാനുണ്ടായിരുന്നത്, അതിന്റെ കൂടെ എന്താണ് ഇതും കൂടെ നമ്മൾ കൂട്ടിയിട്ട് 1,33,714 ആയിരിക്കും ഫൈനൽ കൊടുക്കാനായിട്ടുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത്. അത് ആണ് നമ്മൾ എന്താ ഫെബ്രുവരി 1 ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക 1,33,714. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഈ ഫീസ് ക്യാപിറ്റലിലാണ് നമ്മൾ ഉള്ള എമൗണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? സിക്ക് അല്ല കൊടുക്കുന്നത്, എക്സിക്യൂട്ടർക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ സീസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിലോട്ട് അതൊന്ന് മാറ്റണം. അതിനുശേഷം എന്താണ് സീസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ആണ് ഈ 1,33,714 നമ്മൾ എന്ത് ചെയ്യാം കൊടുക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, ഇനി എന്താണ് ഡെത്തിന്റെ കേസിൽ ചിലപ്പോൾ ജോയിന്റ് ലൈഫ് പോളിസിയുടെ ഒരു സംഭവം വരാം. ജോയിന്റ് ലൈഫ് പോളിസി നമ്മൾ എന്താണ് നമ്മൾ റിട്ടയർമെന്റ് ആൻഡ് ഡെത്തിന്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും വേറൊരു വീഡിയോയില്. അപ്പൊ അതില്
നമ്മൾ എന്താണ് പ്രോബ്ലം എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ പറയാം, ഇത്രയാണ് ബേസിക്കലി നമുക്ക് റിട്ടയർമെന്റ് രണ്ടെണ്ണത്തിനും വരാവുന്നത്. ഇത് നമുക്ക് അഡ്മിഷൻ കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇത് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ പാർട്ട്ണർഷിപ്പ് ആരും സ്കിപ്പ് ചെയ്യരുത്. പാർട്ട്ണർഷിപ്പ് എന്താണ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ എല്ലാവരും പഠിക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആവും ഇതെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഗെയിനിങ് റേഷ്യോന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, അപ്പൊ അത് മൂന്ന് ടൈപ്സ് ആണ് വരുന്നത്. അത് നെക്സ്റ്റ് ഒരു വീഡിയോയിലായിട്ട് നമുക്ക് കവർ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണുന്നവരെ, ദിസ് ഇസ് ആരതി, യുവർ സാരഥി, സൈനിങ് ഓഫ്.